മഞ്ചേശ്വരം നിയമസഭാ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട CPIM-ലെ ഭിന്നത തുടരുകയാണ്. KR ജയാനന്ദയുടെ സ്ഥാനാർത്ഥിത്വത്തിനെതിരെ കൂടുതൽ ഡിവൈഎഫ്ഐ കമ്മിറ്റികൾ പരാതി നൽകി. UDF-നെ സഹായിക്കുന്ന തീരുമാനം അംഗീകരിക്കില്ല എന്ന നിലപാടിലാണ് പ്രവർത്തകരുള്ളത്. VV രമേശനായാലും ഒരു പ്രശ്നമില്ല, പിന്നെ ഷാനവാസ് പാദൂറായാലും ഒരു പ്രശ്നമില്ല, സഹകരിക്കാൻ തയ്യാറാണ്. കണ്ടാലൊന്ന് ചിരിക്കുക പോലും ചെയ്യാത്ത ആൾക്കാരാണ് ഈ ജയാനന്ദം പറയുന്നത്. ഒന്നും സസ്പെൻഡ് ഉണ്ടാവും, പണിഷ്മെൻ്റ് ഉണ്ടാവും. പക്ഷേ ഈ സ്ഥാനാർത്ഥിയായിട്ട് ഞങ്ങൾക്ക് മുമ്പോട്ട് പോകാൻ തയ്യാറല്ല. UDF-നെ സഹായിക്കുന്ന സമീപനം. കാരണം ഞങ്ങൾ രാത്രിയും പകലും സമരത്തിനും കൊടിയും പിടിച്ചിറങ്ങും. അവസാനം ഇലക്ഷന് വരുന്ന സമയത്ത് അവിടെ ലീഗിനെ സഹായിക്കണമെന്ന് പറയുന്നത് ഞങ്ങൾക്ക് തീരെ യോജിപ്പില്ലാത്ത പരിപാടി. അരുൺ പാറക്കിലുണ്ട് വിവരങ്ങളുമായി. അരുൺ, ഈ മഞ്ചേശ്വരത്ത് ജയാനന്ദയുടെ സ്ഥാനാർത്ഥിത്വത്തിനെതിരെ ഒറ്റക്കെട്ടായി ഇപ്പോൾ ഡിവൈഎഫ്ഐ അംഗങ്ങളൊക്കെ രംഗത്ത് വരികയാണോ? കാരണം ഇത് UDF-നെ സഹായിക്കുന്ന തീരുമാനമായിപ്പോയി എന്ന വിമർശനമാണ് അവർക്കുള്ളത്. മാത്രമല്ല ഈ സമരരംഗത്തും പ്രതിഷേധത്തിനുമൊക്കെ തങ്ങൾ ഇറങ്ങുകയും സ്ഥാനാർത്ഥിയെ കെട്ടിയിറക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിനെതിരെയാണല്ലോ അവരുടെ വിമർശനം. എന്താണ് അവിടെ സംഭവിക്കുന്നത്? 2006-ൽ CH കുഞ്ഞമ്പു LDF സ്ഥാനാർത്ഥിയായി വിജയിച്ച മണ്ഡലമാണ് മഞ്ചേശ്വരം. മാത്രമല്ല, നിലവിൽ 3-ാം സ്ഥാനത്താണെങ്കിലും 36,000 വോട്ട് മഞ്ചേശ്വരത്ത് LDF-നുണ്ട്. ആ മണ്ഡലത്തിൽ KR ജയാനന്ദയെ സ്ഥാനാർത്ഥിയായി പരിഗണിച്ചതിലാണ് അതൃപ്തി പരസ്യമാക്കി ഡിവൈഎഫ്ഐയുടെ നേതൃത്വം തന്നെ രംഗത്ത് വന്നിരിക്കുന്നത്. ബന്ദിയോട് ഉപ്പള മേഖലാ കമ്മിറ്റികൾ ഇതുമായി ബന്ധപ്പെട്ട് ജില്ലാ നേതൃത്വത്തിന് ഇന്നിപ്പോൾ പരാതി നൽകിയിട്ടുമുണ്ട്. അവരാണ് നമ്മളോട് അല്പസമയം മുൻപ് പ്രതികരിച്ചത്. അവർ പറയുന്നൊരു കാര്യം, ഷാനവാസ് പാദൂരിനെ ആയിരുന്നു ആദ്യഘട്ടത്തിൽ സ്ഥാനാർത്ഥിയായി പാർട്ടി പരിഗണിച്ചിരുന്നത്. ഇത് സംസ്ഥാന കമ്മിറ്റിയെ അറിയിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ സംസ്ഥാന നേതൃത്വം ചർച്ച ചെയ്തതിന് ശേഷം വീണ്ടും ഇവിടുത്തെ സ്ഥാനാർത്ഥി നിർണയം സംബന്ധിച്ച് ജില്ലാ നേതൃത്വത്തോട് ഒരിക്കൽ കൂടി പരിഗണിക്കണമെന്ന് ആവശ്യപ്പെട്ടു. അങ്ങനെയാണ് KR ജയാനന്ദയിലേക്ക് കാര്യങ്ങൾ നീണ്ടത്. BJP-ക്ക് സ്വാധീനമുള്ള ഒരു മണ്ഡലത്തിൽ BJP-യുടെ സ്ഥാനാർത്ഥിയായി K സുരേന്ദ്രൻ എത്തുമ്പോൾ K സുരേന്ദ്രൻ വിജയിക്കാൻ സാധ്യതയുണ്ട്. അത് പരിഗണിച്ച് KR ജയാനന്ദയെ സ്ഥാനാർത്ഥിയാക്കണമെന്നായിരുന്നു ജില്ലാ കമ്മിറ്റിയിൽ ഉടനീളം നടന്ന ചർച്ച. ആ ചർച്ചയ്ക്ക് ശേഷമാണ് KR ജയാനന്ദ സ്ഥാനാർത്ഥിയായി വരുന്നതും പിന്നീട് അതുമായി ബന്ധപ്പെട്ട മഞ്ചേശ്വരം മണ്ഡലം കമ്മിറ്റി വിളിച്ചു ചേർക്കുകയും ചെയ്തത്. പക്ഷേ ആ മണ്ഡലം കമ്മിറ്റി വിളിച്ചു ചേർത്തതിന് ശേഷം വലിയ പ്രതിസന്ധി ഉടലെടുത്തു എന്നുള്ളതാണ്. CPM-ൽ സാധാരണഗതിയിൽ കാണാത്തൊരു സമീപനമാണ് ഇപ്പോൾ കാണുന്നത്. ഡിവൈഎഫ്ഐയുടെ ബന്ദിയോട് ഉപ്പള മേഖലാ കമ്മിറ്റികളും കുമ്പളയിലെ ഒരു വിഭാഗവും പ്രതിഷേധവുമായി രംഗത്ത് വന്നിട്ടുണ്ട്. KR ജയാനന്ദയെ ഒരു കാരണവശാലും അംഗീകരിക്കില്ല എന്നൊരു നിലപാടിൽ തന്നെയാണ് ഡിവൈഎഫ്ഐയുടെ പ്രാദേശിക നേതൃത്വമുള്ളത്. കണ്ടാൽ ചിരിക്കുക പോലും ചെയ്യാത്ത ആൾക്ക് വേണ്ടി എങ്ങനെയാണ് തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന് ഇറങ്ങുക എന്നാണ് പ്രവർത്തകർ ചോദിക്കുന്നത്. അങ്ങനെ ജയാനന്ദ തന്നെയാണ് സ്ഥാനാർത്ഥിയെങ്കിൽ തെരഞ്ഞെടുപ്പിൽ നിന്ന് വിട്ടുനിൽക്കുമെന്നും പാർട്ടി നടപടി എന്താണെങ്കിലും അത് സ്വീകരിക്കുമെന്നും ഈ പ്രവർത്തകർ പറയുന്നുണ്ട്. ഷാനവാസ് പാദൂരിന് വേണ്ടിയാണ് ഈ പ്രവർത്തകർ നിലകൊള്ളുന്നത്. ഷാനവാസ് പാദൂരിനെ ഇടതു സ്വതന്ത്രനായി കളത്തിലിറക്കണമെന്നാണ് അറിയിക്കുന്നത്. GK. ശരി, അരുൺ പാർക്കിലാണ് വിവരങ്ങൾ നൽകിയത്, കാസർഗോഡ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.